ഹായ്, എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള വാട്ടർ അതോറിറ്റി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് കേരള ജല അതോറിറ്റിയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. മാസം 38,300 മുതൽ 93,400 വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികയ്ക്ക് 2 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുള്ളത്. ഇപ്പത്തിൽ കേരളത്തിൽ ജല അതോറിറ്റിയിൽ വാട്ടർ അതോറിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. 38,300 മുതൽ 93,400 വരെയാണ് ശമ്പളം. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിയാണ് 2 വേക്കൻസി. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഇപ്പോൾ വേക്കൻസിയുടെ എണ്ണം കുറവാണെന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കേരള PSCയുടെ നിയമനം നിങ്ങൾക്കറിയാം. ഇതിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഫസ്റ്റ് എക്സാം വിളിക്കും, അതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, പിന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി, പിന്നെ അതിൽ നിന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു 3 വർഷത്തേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവുകൾ വരുമ്പോൾ അതിൽ നിന്നായിരിക്കും പിന്നെ എടുക്കുക. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, ഈ ഒരു എക്സാം എഴുതാൻ ശ്രമിക്കാം. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 തീയതികളും ഉൾപ്പെടെ ഈ ഒരു 18 36 വയസ്സിന് ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഒരു UGC അംഗീകൃത സർവകലാശാലയിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച ബാച്ചിലർ ബിരുദം. ഒരു ഡിഗ്രി ഉള്ള ആൾക്കാണ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ PGDCA കോഴ്സും കൂടി പാസ്സായിരിക്കും. കേരള സർക്കാർ ഓർ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച PGDCAയും കൂടി ഇതിൻ്റെ കൂടെ ഉള്ളവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അപ്പോൾ അത് അപേക്ഷിക്കേണ്ടത് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. കാറ്റഗറി നമ്പർ ഇതിൽ കൊടുത്തിട്ട് കാറ്റഗറി നമ്പർ 193/2024 കാറ്റഗറി നമ്പറിൽ 14/8/2024 വരെ നിങ്ങൾക്ക് അത് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ എത്ര ഡീറ്റെയിൽസ് തീർച്ചയായും നല്ല അവസരം തന്നെ ആയിരിക്കും. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്ക് എങ്ങനെയാണ് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഓരോന്നും നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.